ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തിങ്ക് ടാങ്ക് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മാത്സ് 10th ലെവൽ മെയിൻസിൻ്റെ PYQ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി നടന്നൊരു എക്സാമാണ് അറ്റൻഡഡ് ഗ്രേഡ് 2 ഓർ സെയിൽസ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന 10th ലെവൽ മെയിൻസിൻ്റെ എക്സാമാണ്. അത് 18th May 2026 അതായത് ഒരു 1 വീക്ക് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ 5 + 4 × 5 + 4 × 5 സ്ക്വയർ + 4 × 5 ക്യൂബ് + 4 × 5⁴ + 4 × 5⁵. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്താണ് 5 നമുക്ക് ആദ്യം കോമൺ എടുക്കാൻ പറ്റും. 5 + 4 × 5 + 4 × 5 സ്ക്വയർ + 4 × 5 ക്യൂബ് + 4 × 5⁴ + 4 × 5⁵. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 4 5s are 20 ആണ്. അപ്പോൾ എന്ന് പറയുന്നത് 20 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താണ്, നമുക്ക് 25 കിട്ടും. അതെന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 5 സ്ക്വയർ, ഇവിടെ ഒരു 5 സ്ക്വയർ വന്നിട്ടുണ്ട്, പ്ലസ് ഇവിടെ ഒരു 5 സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 5 സ്ക്വയർ കോമൺ എടുക്കാം. = 5 സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ 1 + 4 + 4 × 5 ക്യൂബ് + 4 × 5⁴ + അങ്ങനെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി, ഇവിടെ ഒരു 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 5⁴. അപ്പോൾ 5⁵2 × 5⁴. അപ്പോൾ 5 ക്യൂബ് + 4 × 5 ക്യൂബ് എന്ന് വന്നു, പ്ലസ് എക്സെട്ര. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 5 ക്യൂബ് കോമൺ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്യൂബ് കോമൺ എടുത്തു. അവിടെ നമുക്ക് 1 + 4 എന്ന് പറഞ്ഞു വന്നു, പ്ലസ് 4 × 5⁴ + 4 × 5⁵. അപ്പോൾ അതിന് നമുക്ക് എന്താണ്, ഇവിടെ ഒരു 5 വന്നു, അത് 5⁴. 5⁴ × 5⁵3 എന്ന് പറയുന്നത് 5⁴ ആണ്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ എടുക്കാം. അപ്പോൾ 1 + 4 എന്ന് അവിടെയും വന്നു, പ്ലസ് 4 × 5⁵. അപ്പോൾ നമുക്ക് 5⁴ കോമൺ എടുക്കാം, അല്ല 5⁵5 കോമൺ എടുക്കാം. എന്നുവെച്ചാൽ ഇവിടെ ഒരു 5 ആണ്, 5⁴ × 5⁴. അപ്പോൾ 1 + 4 എന്ന് കിട്ടും. ഇതും എന്താണ്, 5 ആണ്. 5⁵5 × 5⁴. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 5⁶ എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ജസ്റ്റ് നോക്കാം. അതെ, നമുക്ക് C ഓപ്ഷൻ വന്നിട്ടുണ്ട്, 5⁶. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ക്ലോക്കിലെ പ്രതിബിംബം കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ 11:15 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്ര? അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ഒരു 11 തൊട്ടൊരു 11 ബിറ്റ്വീൻ 1 o'clock നമ്മളെപ്പോഴും 23:16, അതായത് റെയിൽവേ ടൈമാണ്, അതിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 23:60 നിന്ന് 11:15 കുറച്ചു. അപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, 5, ഇവിടെ 4 വരും, ഇവിടെ 2, 1. അപ്പോൾ 12:45 ആണ് ആൻസർ. ആൻസർ ഇവിടെ ഉണ്ട്, ബി ഓപ്ഷനാണ്. അത് ഈസി ക്വസ്റ്റ്യനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2025 July 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 95 ദിവസം കഴിഞ്ഞ്, അതായത് 95 ദിവസം കഴിഞ്ഞ് ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആഫ്റ്റർ 95 ഡേയ്സ് ആണ്. അപ്പോൾ നമുക്ക് 95 നമ്മൾ ആദ്യം ഇതിൽ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓഡ് ഡേയ്സ് കിട്ടും. അപ്പോൾ ഇതിൽ 1 7 2 5 7 3s are 21, നമുക്ക് 4. അപ്പോൾ നമുക്ക് 4 ഓഡ് ഡേയ്സ് കിട്ടി, 4 ഓഡ് ഡേയ്സ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താണ്, ചൊവ്വാഴ്ചയാണെന്ന്, അപ്പോൾ ട്യൂസ്ഡേ +4 ചെയ്യണം. അപ്പം ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് സാറ്റർഡേ ആണ്, അതായത് ശനിയാഴ്ചയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0,26, 124, 342, 728 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്?
അപ്പോൾ ഇത് നമുക്ക് ഇതൊരു സീരീസ് ക്വസ്റ്റ്യനാണ്. അത് നമ്മൾ ചെയ്ത് മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് n³ - 1 എന്ന് പറയുന്നൊരു ഫോമുലയാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇട്ട് നോക്കാം. 1 ഇട്ട് നോക്കുമ്പോൾ 1³ - 1 = 1 - 1 = 0. അത് ഫസ്റ്റ് ടൈം കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് 2 ഇട്ട് നോക്കണം. 2³ - 1 ആണെങ്കിൽ 2³ എന്ന് പറഞ്ഞാൽ 8 - 1 = 7. അപ്പോൾ അത് രണ്ടാമത് വരത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 1 കഴിഞ്ഞിട്ട് പിന്നെ +2, അതായത് 3³ ഇതാണ് വരുന്നത്. 3³ - 1, അതായത് 27 - 1 = 26. അപ്പോൾ ഇവിടെ നമ്മൾ +2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ്? 5³ - 1 നോക്കണം. അപ്പം 125 - 1 എന്ന് പറയുന്നത് 124. അതോടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ +2 ഇട്ട് കൊടുക്കണം. അപ്പം 7³ - 1. 7³ എന്ന് പറഞ്ഞാൽ 7² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 ആണ്. അപ്പോൾ 49 × 7 എന്ന് പറയുന്നത് 7 6 ആക്കി 7 4 28 34. അപ്പോൾ 343 എന്ന് പറയും. അപ്പോൾ 343 - 1 = 342. അത് ആ ടൈമാണെന്ന് നോക്കാം. അത് അവിടെ ഉണ്ട്. അപ്പോൾ +2 ഇടണം. അപ്പോൾ അടുത്ത 9³ ആണ്. +2 ഇടണം. അപ്പം 11³ ആണ്. അപ്പം 11³ എന്ന് പറയുന്നത് 11³ - 1 അപ്പം 121. 11³ എന്ന് പറഞ്ഞാൽ 121 × 11. 121 121 1331 1331 - 1 എന്ന് പറയും. അപ്പോൾ 1330. ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. അതെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികളെ വരിയായി നിർത്തിയിരിക്കുന്നു. വരിയിലാകെ 50 കുട്ടികളുണ്ട്. അതിൽ അനു മുന്നിൽ നിന്ന് 10ാമതും വിനു പിന്നിൽ നിന്ന് 34ാമതുമാണ്. അവരുടെ ഇടയിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതായത് ടോട്ടൽ ഒരു ലൈനുണ്ട്, അതിൽ 50 പേരുണ്ട്. ഓക്കെ, ടോട്ടൽ 50 പേരുണ്ട്. ഇതിൽ എന്താണ്? അനു എന്ന് പറയുന്നത് 10ാമതാണ്. അപ്പോൾ അനു 10ാമത് അനു. വിനു 34ാമത്. പിന്നിൽ നിന്നും 34th വിനു എന്ന് ഇവിടെ നിന്നാണ്, മറ്റേത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ എത്ര പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് അനു വരെ 10 പേര്. അപ്പോൾ ഈ വിനുവിൻ്റെ ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം എത്രയാണ്? 50 - 34. 50 - 34 ആണ്. അതായത് 16 ആണ് അങ്ങനെ വരുന്നത്. അപ്പം ഇതിന് ഇൻ ബിറ്റ്വീൻ എത്ര പേരുണ്ടെന്ന് നമ്മൾ നോക്കുക. അതായത് 16 - 10 = 6 പേരാണ് ബിറ്റ്വീൻ ഉള്ളത്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നു. 30 ദിവസം വേണം. ഒരു ജോലി എയും ബിയും ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നതിന് 30 ദിവസം വേണം. ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ. എങ്കിൽ എ തനിച്ച് ആ ജോലി ചെയ്ത് തീർക്കുന്നതിന് എത്ര ദിവസം വേണ്ടി വരും? അതായത് എയും ബിയും കൂടെ ഒരു ജോലി ചെയ്യുകയാണ്. അത് 2 പേരും കൂടെ ഒരു ജോലി ചെയ്യുമ്പോൾ എത്രയാണ്? 30 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്? ബിയേക്കാൾ 3 മടങ്ങ് ജോലി ചെയ്യുന്ന ആളാണ് എ. അപ്പോൾ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 3 × എഫിഷ്യൻസി ഓഫ് ബി. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു യൂണിറ്റ് ജോലി ബി 1 ഡേ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പം എ ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? 1 × 3. അപ്പോൾ 3 യൂണിറ്റ് ജോലി എ 1 ഡേ തീർക്കും. അപ്പോൾ ടുഗെദർ നമ്മളിപ്പോൾ ഒരു ദിവസം 1 ഡേ നമ്മൾ എടുക്കുകയാണ്. അപ്പം ബി ഒരു ദിവസം ഒരു ജോലി ചെയ്തെന്ന് വിചാരിച്ചു. അപ്പം എ എത്ര ജോലി ചെയ്യും? ബി 3 മടങ്ങ് ജോലി ചെയ്യും. അപ്പം 3. അപ്പോൾ ടോട്ടൽ അവർ 2 പേരും കൂടെ 4 ജോലി ഒരു ദിവസം ചെയ്യും.
അങ്ങനെയാണെങ്കിൽ 30 ഡേയ്സ്, ഇവിടെ 30 ഡേയ്സ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 ഡേയ്സിൽ 4 × 30 = 120 ആണ് ടോട്ടൽ വർക്ക് വരുന്നത്. ഇത് ടോട്ടൽ വർക്കാണ് കേട്ടോ, ഇത് ടോട്ടൽ വർക്കാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തനിച്ച് ആ ജോലി ചെയ്തു തീർക്കുന്നതിന് എത്ര ദിവസം വേണ്ടി വരും? തനിച്ച് ആ ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ 120 ആണല്ലോ ടോട്ടൽ. 120 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 ഡേയ്സ് എടുക്കും. ഓപ്ഷൻ എ. അതായത് ടോട്ടൽ വർക്ക് 120 വരും. പിന്നെ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 3 യൂണിറ്റ് അല്ലേ, അപ്പോൾ 3. അപ്പം നമ്മൾ ആ 120 ടോട്ടൽ വർക്കിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 40 എന്ന് വരും. 40 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു സമചതുരത്തിൻ്റെ വികരണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം 1352 ചതുശ്ര മീറ്ററാണ്. ആയാൽ ആദ്യ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? അതായത് ഒരു സ്ക്വയറുണ്ട്. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ ഉപയോഗിച്ചിട്ടാണ് അടുത്തൊരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് വരുന്നത്. ഈ ഡയഗണലാണ് അടുത്ത സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡയഗണലാണ് ഈ ഒരു സൈഡ്. അപ്പം ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് a√2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് സൈഡ്. ഈ പുതിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് a√2 ആണ്. അതിൻ്റെ ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പം 1352 സൈഡ് എത്രയാണ്? a√2 ഇൻറ്റു a√2. അപ്പോൾ a² × 2. അപ്പോൾ a² = 1352/2 എന്ന് കിട്ടും. അതായത് a² എന്ന് പറയുന്നത് 2 6 157 126. അപ്പം 676 എന്ന് വരും. അപ്പം 676ൻ്റെ സ്ക്വയർ എനിക്ക് ജസ്റ്റ് നോക്കട്ടെ. 676 ഡിവൈഡഡ് ബൈ 276 446. അപ്പോൾ 26 ആണ്. അപ്പം എയുടെ എന്ന് പറഞ്ഞാൽ 26 ആണ് വരുന്നത്. 26 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഒരു സൈഡിൻ്റെ 26 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 200 മീറ്റർ ഓട്ട മത്സരത്തിൽ എ 45 സെക്കൻഡിലും ബി 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കും. ഈ ഓട്ടത്തിൽ ബിയെ എത്ര സെക്കൻഡ് മുന്നിൽ നിന്ന് ജയിക്കും? അതായത് 200 മീറ്ററാണ് ടോട്ടൽ. 200 മീറ്റർ ഓട്ട മത്സരത്തിൽ എ 45 സെക്കൻഡിലും ബി 50 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കും. മനസ്സിലായോ? അതായത് എ ആണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കുറച്ച് സമയം എടുക്കുന്നവരാണല്ലോ ഏറ്റവും പെട്ടെന്ന് എത്തുന്നത്. അപ്പോൾ എന്താണ്? എ 45 സെക്കൻഡ് കൊണ്ട് എത്തി, ബി 50 സെക്കൻഡ് കൊണ്ട് എത്തി. അപ്പോൾ ആദ്യം ആരാ എത്തിയത്? ആദ്യം എ എത്തിയത്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? 5 സെക്കൻഡ്സ് ആണ്. 5 സെക്കൻഡ്സ് ആണ് അവിടെ ഡിഫറൻസ്. എ ആണ് ആദ്യം എടുത്തത്. അപ്പോൾ ഓപ്ഷൻ സി. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തെറ്റിപ്പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 50 ആണല്ലോ വലുത് എന്ന് പറഞ്ഞ് നമ്മൾ ബി അങ്ങനെ നോക്കും. ഓക്കെ, പക്ഷേ നമ്മൾ കുറച്ച് സമയം എടുക്കുന്നതാണ് പെട്ടെന്ന് എത്തുന്നത്. അങ്ങനെയാണ് ചിന്തിക്കാനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 3 ബുക്ക് വാങ്ങുമ്പോൾ ഒരു ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര %? അതായത് 3 ബുക്ക് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബുക്ക് ഫ്രീ കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര ബുക്ക് കിട്ടി? 4 ബുക്സ് ഉണ്ട് ടോട്ടൽ. ഓക്കെ, ഇതിൽ പുള്ളിക്ക് ഒരെണ്ണമാണ് ഫ്രീ കിട്ടിയത്, 1 ഫ്രീ. അപ്പോൾ ഒരെണ്ണം ഫ്രീ ആണല്ലോ. ടോട്ടൽ ബുക്സ് കയ്യിൽ ഇപ്പോൾ 4 ഉണ്ട്.
അപ്പോൾ ഇതിനെ പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു 25 അപ്പം ഈക്വൽ ടു 25%. ഇത് അത്യാവശ്യം ഒരു ജനറൽ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 10 ക്യൂബ് മൈനസ് 7 ക്യൂബ് പ്ലസ് ഡിവൈഡഡ് ബൈ 10 സ്ക്വയർ പ്ലസ് 70 പ്ലസ് 7 സ്ക്വയർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കുറേ ഇക്വേഷൻസ് ഉണ്ടല്ലോ, എ സ്ക്വയർ ബി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇക്വേഷനെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല എന്തായാലും ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നോക്കാം. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നാണ് ഫോർമുല. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് 10 ആയിട്ടും ബി 7 ആയിട്ടും കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണല്ലോ മേളിൽ കിടക്കുന്നത്. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, താഴത്ത് തന്നിരിക്കുന്നത് ഇതാണ് എ സ്ക്വയർ, 10 സ്ക്വയർ അല്ലേ, അപ്പോൾ എ സ്ക്വയർ പ്ലസ് 70, അതായത് 10 എ ബി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എ ബി പ്ലസ് 7 സ്ക്വയർ അതായത് ബി സ്ക്വയർ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇതിൽ ഇതും കട്ട് ചെയ്തു പോകും. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്നത് 10 മൈനസ് 7 = 3. ഓക്കെ, ഓപ്ഷൻ ബി. അപ്പോൾ ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിൻ്റെ നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ തിങ്ക് ടാങ്ക് ക്വസ്റ്റ്യൻ അത് നമ്മൾ തരുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മളെ തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഇത് പഠിച്ചു വരുന്നു. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഇത് പഠിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നമ്മളൊരു ക്വസ്റ്റ്യൻ തന്നെ സ്വയം ചെയ്യുമ്പോഴാണ് നമുക്കിത് നമ്മളെ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനാണ് എ ഒരു ജോലി 10 ദിവസം കൊണ്ട് ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ജനറലി എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് എന്തായാലും ഇത് വിട്ട് കളയല്ലേ. അതെന്തായാലും നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴേ ഉള്ളൂ നമുക്കതിൻ്റെ നമ്മളെ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത്ര നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന അത് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും നന്ദി താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പം നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയെങ്കിൽ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് മാക്സിമം റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.